കൃപാസനം പത്രം മെയ് 2025 പാർട്ട് 5. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മംഗലാപുരത്തു നിന്നുള്ള വർഗീസിന്റെ സാക്ഷ്യം. കുടിച്ചു കുടിച്ച് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. കൃപാസനത്തിൽ കാലുകുത്തിയ അന്ന് മാതാവ് ചെയ്തു തന്നത്. മംഗലാപുരത്ത് കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന ഞാൻ 40 വർഷത്തിന് മുകളിലായി മദ്യപാനത്തിന് അടിമയായിരുന്നു. വലിയ കടബാധ്യതകളും ഉണ്ടായിരുന്നു. വീട്ടിലെന്നും വഴക്കും പ്രശ്നങ്ങളുമായിരുന്നു. കുടിച്ചു കുടിച്ച് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറിക്കിട്ടി. കൂടാതെ ഞങ്ങളുടെ ഒരു സ്ഥലം വിൽക്കുന്നതിന് വർഷങ്ങളായി ശ്രമിച്ചിട്ട് നടക്കുന്നില്ലായിരുന്നു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കുന്നതിനും അവിടെ 5 വീടുകൾ പണിയുന്നതിനും സാധിച്ചു. ഭാര്യയ്ക്ക് സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന തലവേദന ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മാറിക്കിട്ടി. കൈനടിയിൽ നിന്നുള്ള ജിഷയുടെ സാക്ഷ്യം. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ വിശ്വാസ പ്രയോഗ സാക്ഷ്യങ്ങളുമായി ജിഷ. എനിക്ക് 4 സിസേറിയൻ കഴിഞ്ഞ ശേഷം വലതുകാലിന് പെയിനും ഭയങ്കരമായ നടുവേദനയും മൂലം 6 വർഷമായി വിഷമിക്കുകയായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഇതിന് യാതൊരു പ്രതിവിധിയുമില്ല, വേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ എനിക്ക് 4 വർഷമായി എപ്പോഴും ബ്ലാഡർ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും എപ്പോഴും ആന്റിബയോട്ടിക്കുകൾ എടുക്കുകയും ചെയ്തിരുന്നു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. തൃശൂർ കൊരട്ടിയിൽ നിന്നുള്ള ഷിജു പൗലോസിന്റെ സാക്ഷ്യം. ബ്രെയിൻ ട്യൂമർ വന്ന് വേഗം സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് എല്ലാവരും കരുതി. ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത്. എനിക്ക് ഫിറ്റ്സ് വന്ന് ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടന്നു. പരിശോധനയിൽ തലയിൽ ഒരു ട്യൂമർ ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് സർജറി വേണമെന്നും സർജറി ചെയ്താൽ 80% മാത്രമേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളെന്നും കോമയിലേക്കോ ഒരു സൈഡ് തളർന്നു പോകുന്നതിനോ അല്ലെങ്കിൽ ഓർമ്മ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടുകാർ എന്നെ തിരിച്ചു കിട്ടില്ല എന്ന് കരുതി. എൻ്റെ സഹോദരിമാർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ എനിക്ക് നൽകി. സർജറിയുടെ സമയത്ത് അവർ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിക്കുകയും ഞാൻ പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറി. എറണാകുളത്ത് നിന്നുള്ള ടിയ തോമസിന്റെ സാക്ഷ്യം. ഉടമ്പടിയെടുത്ത് 28-ാം ദിവസം എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. 2 കമ്പനിയിൽ നിന്ന് ഒരുമിച്ചാണ് എനിക്ക് സെലക്റ്റഡ് ആയ ലെറ്റർ കിട്ടുന്നത്. ഞാൻ PG കഴിഞ്ഞ് ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ ജോലി ചെയ്തുവെങ്കിലും അവിടെ കരിയർ ഗ്രോത്ത് ഉണ്ടാകാത്തതിനാൽ ഞാൻ റിസൈൻ ചെയ്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തുവെന്ന് പറഞ്ഞ് ഒരു കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അവർ ഡെയിലി ബ്രെഡ് എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മറ്റൊരു കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂ കോൾ വരികയും 2 ഇന്റർവ്യൂവും പാസ്സാവുകയും 2 ദിവസം കഴിഞ്ഞ് 2 കമ്പനിയിൽ നിന്നും സെലക്ട് ആയെന്ന് പറഞ്ഞ് മെയിൽ വന്നു. തൃശൂർ നടത്തറയിൽ നിന്നുള്ള വിനിയുടെ സാക്ഷ്യം. ഉടമ്പടിയെടുത്ത് 21-ാം ദിവസം ഭർത്താവുമായി വീണ്ടും ഒരുമിക്കാൻ സാധിച്ചു. ഉടമ്പടിക്ക് ശേഷമാണ് ഭർത്താവിന് മെസ്സേജ് ചെയ്യാൻ തോന്നിയത്. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി ഞാനും ഭർത്താവും പിരിഞ്ഞു നിൽക്കുകയായിരുന്നു. എൻ്റെ ഭർത്താവും വീട്ടുകാരുമെല്ലാം എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അതിനാൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗവുമില്ലായിരുന്നു. ഡിവോഴ്സിന്റെ വക്കിലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഭർത്താവിനൊരു മെസ്സേജ് അയച്ചു നോക്കി. മെസ്സേജ് കണ്ട് എന്നോട് ഭർത്താവ് എന്താണെന്ന് തിരിച്ചു ചോദിച്ചു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്തെന്ന് പറഞ്ഞു. അദ്ദേഹവും ഉടമ്പടിയെടുത്തെന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നു. വയനാട് മാനന്തവാടിയിൽ നിന്നുള്ള അനീഷ് ബേബിയുടെ സാക്ഷ്യം. ജോലി നഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. മാതാവ് ഉടമ്പടി വഴി എന്നെ ഉയർത്തി. ഒരു ഓക്സിജന്റെ ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്ന എനിക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. സ്വയം തൊഴിൽ ചെയ്യാൻ ബാങ്കിൽ അപേക്ഷ കൊടുത്തപ്പോൾ ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത പള്ളിയിൽ പോയി മാതാവിനോട് എനിക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുക്കാൻ വരാൻ വണ്ടിക്കൂലി പോലുമില്ല, എനിക്ക് ലോൺ കിട്ടുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് നേർന്നു. പിറ്റേ ദിവസം ബാങ്ക് മാനേജർ എന്നെ വിളിച്ച് നിനക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. എനിക്കൊരു വാഹനം എടുക്കാനും ഐസ്ക്രീമിന്റെ ഒരു സ്റ്റോൾ തുടങ്ങാനും സാധിച്ചു. തുറവൂരിൽ നിന്നുള്ള ഷൈനി ഗ്ലാഡിയുടെ സാക്ഷ്യം. 600 പേരിൽ 13 പേരെയാണ് മർച്ചന്റ് നേവിയിൽ സെലക്ട് ചെയ്തത്.
ഉടമ്പടി വഴി മാതാവ് എൻ്റെ മകനെയും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. എൻ്റെ മകൻ +2 കഴിഞ്ഞ് മർച്ചന്റ് നേവിയിൽ പോകുന്നതിന് DNS കോഴ്സിന് വേണ്ടി എൻട്രൻസ് എഴുതി. 6 എക്സാം എഴുതി. എക്സാം പാസ്സാകുമെങ്കിലും ഇന്റർവ്യൂകളൊന്നും പാസ്സാകില്ല. ഇനി വേറെ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞെങ്കിലും മകന് അതിന് തന്നെ പോകണമെന്ന് നിർബന്ധം പിടിച്ചു. അതിനുശേഷം BSc നോട്ടിക്കൽ സയൻസ് എടുത്ത് പഠിച്ചു. പ്ലേസ്മെന്റ് ഇല്ലാതെ ഷിപ്പിൽ കയറാൻ പറ്റില്ല. കോഴ്സ് തുടങ്ങിയാലും ഷിപ്പിൽ കയറണമെങ്കിൽ പ്ലേസ്മെന്റ് കിട്ടണം. അതിന് 15 ലക്ഷം രൂപ വേണം. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവസാനത്തെ ഒരു ഇന്റർവ്യൂ വരികയും അതിന് കയറുന്ന സമയത്ത് ഞാൻ 2 തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പ്ലേസ്മെന്റ് റെഡിയാവുകയും ചെന്നൈയിൽ പോയി പഠിക്കാനും സാധിച്ചു. കോതമംഗലത്ത് നിന്നുള്ള ടീന ഫ്രാൻസിസിന്റെ സാക്ഷ്യം. ഒരു ദിവസം വെളുപ്പിന് 3 മണിക്ക് തണുത്ത കാറ്റോടുകൂടി മുല്ലപ്പൂവിന്റെ സുഗന്ധാഭിഷേകമുണ്ടായി. പിന്നെ മാതാവിന്റെ സ്വരം കേട്ടു. അന്ന് രാവിലെ 10 മണിക്ക് നടന്ന അത്ഭുതം. ഞാൻ OET പാസ്സായ ശേഷം ക്യാപ് കോഴ്സ് ചെയ്യുന്നതിന് ന്യൂസിലൻഡിന് പോയി. 3 മാസത്തെ ക്യാപ് കോഴ്സ് കഴിഞ്ഞ ശേഷം 3 ആഴ്ച കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന രജിസ്ട്രേഷൻ പെട്ടെന്ന് 8 ആഴ്ചയിലേക്ക് മാറ്റി. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം 6 ആഴ്ച കൊണ്ട് രജിസ്ട്രേഷൻ കിട്ടിയപ്പോൾ എനിക്ക് മാത്രം കിട്ടാതിരിക്കുന്ന സാഹചര്യമുണ്ടായി. ഞാൻ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം വെളുപ്പിന് 3 മണിക്ക് നല്ല മുല്ലപ്പൂ സുഗന്ധത്തോടുകൂടി ടീന നിന്റെ രജിസ്ട്രേഷൻ വന്നു കേട്ടോ എന്ന് സ്വരം കേട്ടു. അന്ന് 10 മണിക്ക് എൻ്റെ രജിസ്ട്രേഷൻ കൺഫേം ആയി എന്ന് പറഞ്ഞ് മെയിൽ വന്നു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി ലഭിച്ചു. UK-യിൽ നിന്നുള്ള അഷ്ന ബാബുവിന്റെ സാക്ഷ്യം. വിദേശത്ത് പോകാൻ നേരം ഡോക്ടർ പറഞ്ഞത് അലർജിക്ക് 1 വർഷത്തേക്ക് മരുന്നുമായി പോകണമെന്നായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആശീർവാദം സ്വീകരിച്ചപ്പോൾ സംഭവിച്ചത്. എനിക്ക് 17 വർഷമായി ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. ദിവസം 100 തവണ വരെ തുമ്മലുണ്ടാകുമായിരുന്നു. 2 വർഷമായി ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ UK-യിലേക്ക് പോകുന്ന സമയമായപ്പോൾ ഡോക്ടർ പറഞ്ഞത് 1 വർഷത്തേക്കുള്ള മെഡിസിൻ വാങ്ങിക്ക്, പുതിയ ക്ലൈമറ്റിൽ ചെല്ലുമ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട അന്നു മുതൽ ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഇതുവരെ എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല. ചെങ്ങന്നൂരിൽ നിന്നുള്ള വിനി തോമസിന്റെ സാക്ഷ്യം. ഞാൻ നാട്ടിലില്ലാത്ത സമയത്താണ് കുഞ്ഞിന് എമർജൻസിയായി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്. വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ചപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ നടന്ന അത്ഭുതം. എൻ്റെ മകൾക്ക് കഠിനമായ വയറുവേദന വന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഫലോപ്പിയൻ ട്യൂബ് റൈറ്റ് ഓവറിയിൽ ചുറ്റി ഓവറി ചെരിഞ്ഞിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞു. ഞാൻ മാതാവിനോട് എൻ്റെ മകളുടെ ദേഹത്ത് കത്തിവെക്കുവാനിടയാക്കരുതേ, ഒരു പോറൽ പോലും പറ്റാതെ തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നു. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് വെഞ്ചരിച്ച ഉപ്പ് വായിൽ ഇട്ടുകൊടുത്ത ശേഷം കൊണ്ടുപോവുകയും അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ഓവറി ചെരിഞ്ഞിട്ടില്ല, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു.